ഹലോ ഗൈസ്, നമ്മളിന്നുള്ളത് ദുബായിലാണ്. ദുബായിൽ എവിടെയാണ്? ദുബായ് ഫ്രീ സോണിലെ കാഴ്ചകളാണ്. മെട്രോ റെയിൽ നടന്നു പോകുന്നത് വെറുതെ ഒരു പണിയില്ലാണ്ട് ഈസ്റ്റിംഗ് വന്നതാണ്. പണിയൊന്നാവാത്തത് കൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് കളിക്കണം. അത്രയ്ക്ക് വിമാനം പോകുന്നുണ്ട് മുകളിലോട്ട്. ആണോ അറിയില്ല, കാണിച്ചത് കാണൂല. അവിടെ ഇങ്ങനെ കാര്യമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു കളിക്കുന്നു. റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. മെയിൻ റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ നടന്നു പോകുന്നു. നല്ല കാറ്റുണ്ട്. ക്ലൈമറ്റ് മാറി. ക്ലൈമറ്റ് തണുപ്പിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ചൂടൊക്കെ മാറി ഇങ്ങനെ വരികയാണ്. നല്ല കാറ്റുണ്ട്. നല്ല അതിശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് നടക്കാം. അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ചൂടാകുമ്പം വേറെ കുളിച്ച് നടക്കേണ്ടി വരും. തണുപ്പായം കൊണ്ട് അതിൻ്റെ രീതി വരുന്നില്ല. നല്ല രീതി നല്ല വൃത്തിക്ക് നടക്കാം. ഇപ്പം നമ്മൾ ദുബായ് ഫ്രീ സോണും നേരെ അതിനകത്തെ സ്റ്റേഡിയം അങ്ങോട്ടേക്ക് നടക്കുക എന്ന രീതിയിലേക്കാണ് അവർ പ്ലാൻ ഇട്ടത്. ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് വ്ളോഗാണ്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടിരിക്കുക. വേറെന്ത് അങ്ങനെ നടന്ന് ഞങ്ങളൊരാരുമില്ല, ഞാൻ ഒറ്റയ്ക്കില്ല. നടന്ന് അതിനകത്ത് മെട്രോ സ്റ്റേഷൻ ക്ലിയർ ഉണ്ടാവാറില്ല. ഏരിയ ഓപ്പോസിറ്റ് എടുക്കുന്നതുകൊണ്ട് അത് ക്ലിയർ കുറവാണ്. ഈ ഒരു ക്ലൈമറ്റ് നടക്കുന്ന നല്ലൊരു മജയുണ്ട്. നല്ലൊരു ഇറങ്ങുണ്ട്. കുറേ കെട്ടിടങ്ങളുണ്ട്. എന്തോ ഗവൺമെൻറ് എന്തോ ഒരു ഓഫീസാണ്, ഞാൻ അറിയുകയും ചെയ്തു. പിന്നെ അപ്പുറം ഒരു പള്ളിയുണ്ട്. വലിയൊരു പള്ളി കാണുമ്പോൾ ചെറിയ പോലെയാണെങ്കിൽ ഉള്ളിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടുത്തെ ഓരോ പള്ളികളും അടിപൊളിയാണ്. വിമാനം പോകുന്നത് കാണാൻ അറിയില്ല, പോകുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ കണ്ണൂർ ജില്ല ആ ഒരു അത്ര വലിപ്പുണ്ടാവണമെന്ന് എനിക്ക് കഴിയില്ല. കാരണം അത്രയ്ക്ക് ചെറുതാണ്. റവന്യൂ ഉണ്ടെങ്കിലും ചെറിയൊരു സ്ഥലമാണ്. പെട്ടെന്ന് അപ്പുറത്തേപ്പോഴും പോയിട്ട് വരാം. ട്രാഫിക് ഉണ്ടാവും. വൈകുന്നേരമാണ്. അത രീതിയിൽ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ഓഫീസ്. പുറത്ത് നാട്ടിൽ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ട്. ഉള്ളിൽ അടിപൊളി വരും. ഇത് സോളാറിൻ്റെ സൈക്കിൾ. അതായത് ഇവിടെ പൈസ കൊടുത്തിട്ട് നമുക്ക് റെൻ്റ് എടുക്കാം. ഇതെങ്കിൽ പോകണമെങ്കിൽ സൈക്കിൾ ചവിട്ടാം. ഇലക്ട്രിക്കാണ്, അങ്ങനെ പോവാം. സോളാറിലോട്ട് എവിടെയാണ് സോളാറിൽ. പിന്നെ ഇവിടെ എല്ലായിടയ്ക്കും അടുത്തടുത്ത് തന്നെ വേസ്റ്റ് ഹോട്ടലുകളാണ്. കാരണം മൊത്തം എക്കണോമിക് ഫ്രണ്ട്ലി. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ്ങിൽ ഇവർ മെയിനാണ്. ദുബായ് മെയിനാന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരാൻ മുതൽ അങ്ങനെ ഉണ്ട്. ഡബ്ബ കാണുമ്പോൾ അറിയില്ല. ആ ഡബ്ബയിലും വേസ്റ്റ് ഇടാൻ ഉണ്ടാകും. പുറത്ത് തന്നെ പോലീസാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈൻ ഇടും. എന്നാലും ആൾക്കാർ ഇടും. അത് ക്ലീനിങ്ങിൽ ആൾക്കാരുണ്ട്. ക്ലീനിങ് ക്ലീനാകും. ഇതാണ് മെട്രോ. അങ്ങനെ നമ്മൾ അങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് അപ്പുറത്തെ മെട്രോ സ്റ്റേഷൻ അങ്ങനെ കാണണമെന്ന് അറിയില്ല. അങ്ങനെ കാണുമ്പോൾ ആ മെട്രോയിലേക്ക് നിർത്തണം. മെട്രോയിൽ പോവാം. പിന്നെ എന്തായാലും ദുബായ് ഷെയ്ക്കിലും ഓടിയതല്ലേ നമുക്ക് നടക്കുക വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റ് ഹോട്ടൽ. ഇതുപോലെ എല്ലായിടയ്ക്കും അടുത്തടുത്തുണ്ടാവും. നല്ല വേസ്റ്റ് ആൾക്കാർ പുറത്തേക്കെല്ലാം എറിയും. പിന്നെ ഇത് ഷാർജ ബസ്. നീല കളറാണ്. വെള്ള നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് പൈസ തീരാൻ അറിയില്ല. ഷാർജ ബസ്സാണ്. ദുബായ് ബസ് തന്നെയാണ്. ദുബായ് ബസ് തന്നെ. നല്ല കളറാണ്. ഉണ്ടാക്കുന്നത് 2 ബസ്സുണ്ട്. പിന്നെ അപ്പുറം ഒരു പെട്രോൾ പമ്പ്. പിന്നെ ഇതിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. നാട്ടിലെപ്പോഴും തോന്നുന്ന പോലെ റോഡ് ക്രോസിങ്ങിന് ഫൈൻ കിട്ടും. അതായത് ഒരു പെട്രോൾ പമ്പ്. നല്ല അടിപൊളിയാണ്. വണ്ടി ഇങ്ങനെ വരും. ഇങ്ങനെ പോകും. ആളടി പോകും. അതുപോലെ തന്നെ ശാലം പോലും ഉണ്ടാവില്ല. ഇങ്ങനെ നടന്ന് നടത്താണ്ട് ഈ കാണുന്നൊരു പെട്ടി ബസ്സാണ് ദുബായ് ബസ് സ്റ്റോപ്പ്.
ചിലർക്ക് എ സി വർക്ക് ചെയ്യും, ചിലർക്ക് എ സി വർക്ക് ചെയ്യും, ചൂടത്തിരിക്കേണ്ടി വരും. ഇതുപോലെ ഉള്ളൊരു കസാരയാണ് ഇരിക്കേണ്ടത്. പിന്നെ ഇത് ഓരോ കമ്പനീൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ ഒട്ടിക്കും. ഇവിടെ അതെല്ലാം ബസ് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ നടന്ന് അങ്ങനെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ മുകളിലൂടെ മെട്രോ പോകുന്നുണ്ട്. ആണോ അറിയില്ല, അങ്ങെത്തി ആണോ ഇതാണ് മെട്രോ. ഇതിലൂടെ ഇങ്ങനെ പോകും. 40-60 സ്റ്റേഷൻ ഉണ്ട് തോന്നുന്നു, അറിയില്ലേ, അങ്ങനെ എന്തോ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പം 1, 2, 3 സ്റ്റേഷനിലേക്ക് നടന്നു പോയാണ്. ഇതിൻ്റെ അപ്പുറം ഈ കാണുന്നത്, ഇതിൻ്റെ അപ്പുറം ദുബായ് എയർപോർട്ട് വരുന്നത്. ഈ കുറേ ബിൽഡിങ്ങാണ് അതിൻ്റെ കുറച്ചപ്പുറം. ഇതുപോലെ ഇൻ്റർലോക്കും ചെയ്താണ് നമുക്ക് നടക്കേണ്ട സ്ഥലം. പിന്നെ വണ്ടിയിൽ ഇതുപോലെ ഇങ്ങനെ പാർക്ക് ചെയ്യും. പാർക്കിംഗ് ഏരിയയിൽ പാർക്കിങ്ങിന് പൈസ ഉണ്ട്, പൈസ ഇടണം. ഓരോ നമ്പറുണ്ട് ഓരോ സ്ഥലത്തേക്ക്. നമ്പറിൽ ഇങ്ങനെ ഈ പേര് എഴുതി, നമ്പർ അടിച്ച് വണ്ടിയുടെ നമ്പർ അടിച്ച് പാർക്ക് ചെയ്യണം. എത്ര മണിക്കൂർ, അരമണിക്കൂർ ഇത്ര 2 റുപ്യ അങ്ങനെ തോന്നും. പക്ഷെ നമുക്ക് വണ്ടിയില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ ഒരുപാട് ഇങ്ങനെ കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുകളുണ്ട്. ഓരോ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്നതും പൂട്ടിപ്പോയതുമായ അങ്ങനെ കുറേ ഉണ്ടാവും. റെസ്റ്റോറൻറ്റുകളും കഫ്റ്റീരിയകളും കുറേ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തിൽ ഇളം വിറ്റാമിൻ ഡിയും ഒരു ചായയും ഒരു സമൂസ അടിക്കാൻ ഉള്ള വൈബായിരിക്കും. നമ്മളതിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടിക്കുന്നില്ല. നമ്മളിങ്ങനെ നടന്നു പോകുന്നു. മുമ്പ് പോകുന്നത് പോലീസിൻ്റെ വണ്ടിയാണ്. ദുബായ് യൂത്ത് ഹോസ്റ്റലാണ്. നമ്മുടെ അടുത്ത് മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇതിൻ്റെ അടുത്താണ് സ്റ്റേഡിയം വരുന്നത്. ഇവിടെ കുറേ ചെറിയ സ്റ്റേഡിയംസ് ഉണ്ട്, പക്ഷേ ഇതിപ്പം ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ സ്റ്റേഡിയമാണ്. ആരെല്ലാം കളിക്കാൻ വരുന്നതെന്ന് അറിയുകയും ചെയ്യില്ല. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ സ്റ്റേഡിയം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പാർക്കിങ്ങിൻ്റെ ഓരോ നമ്പർ, അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. പാർക്കിങ്ങിന് എങ്ങനെ നമ്പർ വരുന്നു. ഇവിടെ 232C ആണ് പാർക്കിംഗ് നമ്പർ വരുന്നത്. ഈ പാർക്കിംഗ് കൊണ്ട് ഈ നമ്പർ അടിച്ചു കൊടുക്കണം. ഇത് ഫോണിൽ തന്നെ SMS ആയിട്ടും ചെയ്യാം. പിന്നെ ഇതൊക്കെ സ്പോർട്സിൻ്റെ ഏരിയകളാണ്. എന്താണെന്ന് അറിയും ചെയ്യാം. ഉള്ളിൽ കയറിയപ്പോൾ ചിലപ്പോൾ കയറാൻ പറ്റില്ല അങ്ങനെയുണ്ട്. ഇങ്ങനെ നടക്കുക ഒരുപാട് നടന്ന് വന്നിട്ടാണ്. മറ്റേ മെട്രോൻ്റെ ഉള്ളിൽ മുകളിൽ കയറി നമുക്ക് സ്റ്റേഡിയം ശരിക്കും കാണാം. ചില വെള്ളം നടക്കുന്നുണ്ടാവും സ്റ്റേഡിയത്തിൽ, മോട്ടർ വെച്ച് അല്ലെങ്കിൽ എന്താ പണിയെടുക്കുന്നുണ്ടാവും. അധികം മെട്രോയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണല്. പിന്നെ ഇപ്പോൾ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് ഒന്ന് ഈ ഫ്ലാഗിലും വെസ്റ്റ് കാണുന്നത് കണ്ടില്ല. അവിടെ P300 232C അത് 230 അങ്ങനെയല്ല കണ്ടത്. അങ്ങനെ ഉണ്ടാവും. വെയിലടിച്ച് ബ്ലാക്ക് പോലെ കാണുന്നത്. ഇവിടെയൊക്കെ മരങ്ങൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നല്ല മൊഞ്ചപ്പിനാക്കിയിട്ടുണ്ട്. അവിടെ ഇറങ്ങണ്ട് കാണാൻ വേണ്ടി. അടുത്ത വേസ്റ്റ് ഇടുന്ന സ്ഥലം. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനെത്തി. ഇത് ആ ബാക്കിൽ തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു വലിയൊരു സ്ഥാപനമാണ്. ഇതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ടൈസൊക്കെയാണ് കാണുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ് മറ്റു ടൈറ്റാനുണ്ട്, ടാറ്റേൻ്റെ ലുലു എക്സ്ചേഞ്ച് ഉണ്ട്. കുറേ ഷോപ്പുകളുണ്ട് അതിനുള്ളിൽ. നമുക്ക് ഇതിനുള്ളിൽ കയറാനാണ് പോകുന്നത്. ഇതിനുള്ളിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. നോക്കിയിട്ട് വീട്ടിലെന്നാണോ ചെയ്യുക, എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക. ഏറ്റവും സിസ്റ്റമാറ്റിക്കാണ്. അങ്ങനെ നമ്മൾ മടങ്ങി ചെറിയൊരു സാധനം മേടിച്ചു. ലുലുവിൽ ചെറിയൊരു വീട്ടിലേക്ക് വേണ്ട ചെറിയൊരു സാധനം. വന്ന വഴിയിലൂടെ മടങ്ങി പോവുകയാണ് മെട്രോ സ്റ്റേഷൻ.
അങ്ങനെ മണലാരണ്യത്തും കുറേ മരങ്ങൾ അതുകൊണ്ട് ഈത്തപ്പഴം മാത്രം ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തൊക്കെയാണ് കാട്ടിലുണ്ട്, ആ പൂവലുണ്ട്, അവിടെ പൂവലുണ്ട്. ഇതാണ് ആ നേരത്തെ പറഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ വലിയ പോസ്റ്റ്, വലിയ ഗ്രൗണ്ട്, കുറേ കാറുകൾ, തലബാത്ത് കരീം എന്നിങ്ങനെ കുറേ ഫുഡ് ഡെലിവറി ഗൈസ്, ഓരോരോ വണ്ടികൾ, ആൾക്കാരുകൾ, ട്രാഫിക് സിഗ്നൽ. നാഷണൽ ഡേ പ്രമാണിച്ച് എല്ലായിടത്തും കൊടികളാണ്. എന്തെങ്കിലും ദുബായിൻ്റെ ഗവൺമെൻറ് എന്തെങ്കിലും സ്ഥാപനമായിരിക്കും, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അറബീൻ്റെ. ഇത് നേരത്തെ പറഞ്ഞ ദുബായ് യൂത്ത് ഹോസ്റ്റൽ. ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റേതായിട്ട് മൊത്തം സേഫ്റ്റി പ്രിക്കോഷനായിട്ടാണ് ഇവർ നടക്കുന്നത്. നമ്മളെപ്പോലെ ഒരു ചെടി കുത്തിവെച്ചിട്ടല്ല. ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിടുമ്പോൾ വണ്ടി കഴുകാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. കുറച്ച് കഥ അങ്ങനെ ഒരു മുഖം കാണിക്കുന്നില്ല, അങ്ങനെ കഴുകുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ ഇത് ഫയർ എക്സ്റ്റിങ്ഷൻ, അതെല്ലാവർക്കും അറിയാലോ. അതിമനോഹരമായ നിറച്ചെട്ടിപ്പൂവാണ്ട്. ഇപ്പം എന്താ ചുവന്ന പൂവാണ്, ഇരുടായിക്കൊണ്ട് വരികയാണ് ഇത് ചുവന്ന പൂ. ഇതാണ് ഫയർ എക്സ്റ്റിങ്ഷൻ. അങ്ങോട്ട് പോയെങ്കിൽ ദുബായ് എയർപോർട്ടാണ്, അത് ടെർമിനൽ 1 through 3 അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുബായ് ബസ് നേരത്തെ കാണിച്ചത് നീലയാണെങ്കിൽ ഇതിപ്പോൾ റെഡ് പാന വരുന്നു. റെഡ് നേരത്തെ പറഞ്ഞാൽ ഷാർജയാണ്, ദുബായ് നമ്മുടെ ദുബായ് ഏതോ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അപ്പുറം നടക്കണം. നേരത്തെ പറഞ്ഞ ബ്ലൂ ബസ് അങ്ങനെ കാത്തിക്കുന്ന ലൈറ്റിൽ ഓണാക്കി ആൾക്കാരെ കൂട്ടാൻ. സീബ്ര ക്രോസ് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മെട്രോ ഇങ്ങനെ പോകും. അത് ഇവിടുത്തെ സിറ്റീസാണ് എല്ലാവർക്കും. ഇത് ഇവിടുത്തെ പെട്ടെന്ന് അത് കാണിച്ചില്ല. അവിടുന്ന് എണ്ണ മാറാം, എണ്ണ ചേഞ്ച് ആക്കാം, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാം. അങ്ങനെ സൊമാറ്റോ ഉണ്ട്, തലബാത്ത് പറയുന്നുണ്ട്. ഇതിൽ ഓൺലൈനിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കരീമുണ്ട്, കരീം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം എടുക്കാൻ വിട്ടു പോയിനെങ്കിൽ അവരോട് പറഞ്ഞെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞാൽ അവർ പോയിട്ട് എടുക്കും. അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളുണ്ട്. പിന്നെ അവർ തന്നെ മറ്റേ പിക്ക് ചെയ്യുന്ന നമ്മളെ ടാക്സി പോലെ ഇതാക്കുന്നുണ്ട്. ദുബായ് ടാക്സി ഉണ്ട്. നമ്മൾ സീബ്ര ക്രോസ് നടത്തുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു വണ്ടികൾ. നാട്ടിലാണ് കയറി പോയിട്ടുണ്ട് മറ്റൂടെ. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതിന് ശേഷം മാത്രമേ ആ വണ്ടി വരും. ഞാനത് പറഞ്ഞ ഇതെന്ത് വായ ഞാനല്ലേ ബ്ലൂ വായ കളർന്ന് മാറ്റം പഴയതായിരിക്കും. ഈ സൈഡ് കാണുന്നതാണ് ദുബായ് ടാക്സി. അതിവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതിന് കുറേ ആപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെയാണ് പോകേണ്ടത് വെച്ചാൽ ലൊക്കേഷൻ പറഞ്ഞിട്ടാൽ അത് നമ്മളെ ലൊക്കേഷൻ പിക്ക് ചെയ്ത് എവിടെയാണ് ഇറക്കണമെന്ന് വെച്ചാൽ ഇറക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അറിയാണ്ട് പരിപാടി വെച്ചാൽ വണ്ടി ഉണ്ടാവും, വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടാവില്ല. പക്ഷേ അത് അറിഞ്ഞെങ്കിലും കേസാണ്. സാധനങ്ങൾ മെട്രോ ഇതിന് മുകളിലോട്ട് മെട്രോ പോകുന്നത്. ഇത് വേറെ ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടെയും ബസ് നിൽക്കും. അത് മെട്രോ ഒന്ന് ഇറങ്ങി ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഉള്ളിലേക്കെങ്കിലും പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങി
ബസ്സൊന്നും അധികം ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ ബസ് എനിക്ക് ഇവിടെ നിർത്തും. ബസ് തണുപ്പായം കൊണ്ട് ഓരോരോ പൂക്കളിൽ ചെയ്യാൻ തുടങ്ങി. അപ്പുറം കണ്ട നല്ല അതിമനോഹരമായ ഗാർഡൻ. കുറച്ച് ചീത്തപ്പഴം. അത് കണ്ട, അതാണ് ദുബായ് ടാക്സി. പിന്നെ ഇവിടെ മുക്കിലും മുകളിൽ കുറേ പള്ളികളുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാൻ തീരെ ഇല്ലാത്ത ആൾക്കാരെ നിസ്കരിക്കാൻ നിൽക്കും. എവിടെ ചെന്നാലും അടുത്തടുത്ത് തന്നെ പള്ളി ഉണ്ടായതുകൊണ്ട് താല്പര്യമില്ല ആൾക്കാർ പോകും. നാട്ടിലങ്ങനെ തന്നെയൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും പോകും, അല്ലെങ്കിൽ പോവുകയും ചിലതൊക്കെ ചവന് കൂടി പറഞ്ഞു. പക്ഷെ ഇവിടെ പള്ളിയിൽ നല്ല ആൾക്കാരുണ്ടാവേ, നാട്ടിലെ പോലെയല്ല. നാട്ടിൽ കുറച്ച് ആൾക്കാരാണെങ്കിലും ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. അയ്യോ, നടന്ന് ഇപ്പോൾ അൽ നഹ്ദ മെട്രോ സ്റ്റേഷൻ 53ാമത് നാഷണൽ ഡേൻ്റെ ഒതുക്കുന്നതിലാണ് ദുബായ് കൂട്ടിയത്. പിന്നെ അതിനെന്തോ ഒരു ഓടുന്ന സംഭവം ഉണ്ടായി, എന്തോ ആദ്യത്തെ ഭരണാധികാരനും ഷെയ്ഖ് ഹംദാൻ അങ്ങനെ ആൾക്കാരിലുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പോൾ ആളും ഉള്ളോട്ട് വരുന്ന വണ്ടി ഇങ്ങോട്ട് മെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റഡ് അവിടെ നിന്നത്. ഹെവി എക്സ്പോർട്ടെല്ലാം വന്നാൽ ക്രിക്കറ്റ് കൊണ്ട് കയറും, അല്ലാത്തവർ കുറച്ച് പേടിച്ചലും നൽകരുത്. പള്ളി പിന്നെ അതിൻ്റെ ബാക്കിൽ കണ്ട ബിൽഡിങ്, അവിടെ പറഞ്ഞാൽ കുറേ നമ്മളെപ്പോലത്തെ ഇന്ത്യൻസും അങ്ങനത്തെ ആൾക്കാരിലും പണിയെടുത്ത് വന്ന് താമസിക്കുക. ഇവിടെ മെയിനായിട്ട് പണിയെടുക്കുക, റൂമിൽ വരുമോ കടന്നു പറഞ്ഞാൽ അധികം ആൾക്കാർ അങ്ങനെ ആയിരിക്കും. പിന്നെ ചെറിയ ആൾക്കാർ മാത്രമേ രാത്രി വന്ന് ചങ്ങായിമാർ അടുത്തടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിൽ അടുത്തടുത്തുണ്ടെങ്കിൽ മാത്രമേ അവരെവിടെയെങ്കിലും രാത്രി വന്നാൽ കറങ്ങാൻ പോകും. പക്ഷേ എങ്കിൽ സാലറി കുറവാണെങ്കിലും നാട്ടിലേക്ക് അയക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം വെറുതെ അങ്ങനെ മിച്ചം വന്ന പൈസ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയില്ലേ വീട്ടുകാരെയും കുടുംബക്കാരും എല്ലാവരും ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളെ നാട് ഏകദേശം ഇതുപോലെ ആയെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് റൂൾസെല്ലാം കുറച്ച് മാറ്റിയാൽ മതി, കുറച്ചും കൂടി ഒരു ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നാൽ മതി. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാത്തതിന് വെറും 500 രൂപയല്ലേ, 500, 1000 അത്രയല്ലേ വരുന്നില്ലോ. അത് മാറിയിട്ട് ഒരു 5000, 10000 ബാക്കിയെങ്കിൽ ആൾക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റം ചെയ്യുന്നത് കുറയും. ചില ആൾക്കാർ ഒരു മാസം സാലറി എല്ലാവരും കൊടുക്കേണ്ടത് വരും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ആ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചെയ്യാൻ വേണ്ടി പേടിക്കും. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ഏകദേശം 2 ദിവസം 3 ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം ആക്കുക. എന്നിട്ട് എന്താക്കുക, നിയമം കുറച്ച് കടുപ്പിച്ചാൽ മതി. അതാകുമ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ പഴയ ഫുഡിനെ കൊടുക്കുകയാണെങ്കിൽ ആ ലൈസൻസ് റദ്ദാക്കുക. അതിന് അഗെയിൻസ്റ്റ് ഫൈനും കൊടുക്കും, നല്ലൊരു ഫൈൻ ബാങ്ക് കൊടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഇതിനെക്കാട്ടും പെട്ടെന്നാവും. നല്ലൊരു ഭരണാധികാരി ആണെങ്കിലും നല്ല ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിലുണ്ട്, വെള്ളമുണ്ട്, പിന്നെ എല്ലാ ഇതും നാട്ടിലുണ്ട്. ഇത് മരുഭൂമി പോലെ സ്ഥലത്താണ് ഇത്രയും ഡെവലപ്പായത്. അതിന് മെയിൻ കാരണം വെച്ചാൽ അത്ര ഏരിയകളുണ്ട്, സ്ഥലങ്ങൾ ഇവിടെ അത്ര സ്ഥലങ്ങളുണ്ട്. നാട്ടിലെ സ്ഥലങ്ങൾ പ്രൈവറ്റ് ആയിരിക്കും അധികവും. അപ്പോൾ അത് കുറച്ചൊന്നും ഗവൺമെൻറ്റിന് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ആ ഒരു ഇത് ഒഴിവാക്കിയെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇത് അഴിമതി അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്
ടാക്സ് ഇത്ര വന്നു, അതിന് കണക്ക് മൊത്തം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കും മൊത്തമായിട്ട്. അപ്പം അതൊരു ഏകദേശം കുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ റോഡ് വരുന്നു, അപ്പോൾ ആ റോഡ് വന്നാൽ ആ റോഡ് ഇത്ര പൈസ ചിലവായി, താറിന് ഇത്ര പൈസ, ജില്ലയ്ക്ക് ഇത്ര പൈസ, അങ്ങനെ ഓരോന്നോരോ വ്യക്തമാക്കി അവിടെ ഒരു മാസത്തേക്ക് ബോർഡ് വെച്ചാൽ അപ്പോൾ എന്തെങ്കിലും അതിലൊരു അഴിമതി ഉണ്ടെങ്കിൽ മനസ്സിലാവും. എന്നിട്ട് എത്ര കൊല്ലമാണോ അതിനുള്ള ഇത് വാറണ്ടി ഗ്യാരണ്ടി അത് വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ആ റോഡിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിന് മൊത്തം പരിപാടി, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കേണ്ടത് ആ കമ്പനി, ഏതാണ് കമ്പനി കൊടുക്കുന്നത് ആ കമ്പനി തന്നെ. പിന്നെ ആയിരിക്കും നാട്ടിൽ നല്ല അതങ്ങ് പ്രോപ്പറായി ചെയ്തിനെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അതിന് പ്രത്യേകതരം ഒരു ഇതാക്കലും കുറച്ചും കൂടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിന്നാൽ മതി. കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് സാലറി ബേസ്, പ്രൈവറ്റിനെ ബേസ്ഡ് ആണെങ്കിൽ. കാരണം കുറച്ച് പെൻഷൻ ഉണ്ട്, അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് തന്നെയായിരിക്കും ഏകദേശം നല്ലൊരു ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് പണി എടുത്തിനെങ്കിൽ നാട്ടിൽ ഏകദേശം വരുന്ന ഇതെല്ലാം കുറക്കാം. പിന്നെ സ്ത്രീ സുരക്ഷ അതിനൊന്നും നമുക്കൊന്നും വരാൻ കഴിയില്ല. കാരണം ഓരോ വ്യക്തികളും തീരുമാനിക്കേണ്ടതാണ്. കാരണം നിയമങ്ങൾ അത്രയും ശക്തമാണെങ്കിൽ ഇപ്പോൾ ഇവിടെയും ഉണ്ട് സ്ത്രീകൾ, ആണുങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ നിയമം അത്രയ്ക്കും സ്ട്രിക്റ്റായത് കൊണ്ട് തന്നെയാണ് ഈ നാടിങ്ങനെ. അല്ലെങ്കിൽ ഇവിടെയും ഉണ്ടാവും. ഇവിടെ കുറ്റങ്ങളില്ല, നല്ല കുറ്റങ്ങൾ ഒരുപാടുകളുണ്ട്. പക്ഷെ അത് പറഞ്ഞാലും അറിയുന്നില്ല എന്നല്ലോ. ഇവിടെ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നാട്ടിലൊക്കാണ്ട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഒരുപാട് ബാങ്ക് അടക്കം ചെയ്യുന്ന പരിപാടികളുണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും പുറത്താരും പറയുന്നില്ല. അതുകൊണ്ടാണ് അറിയാത്തത്. പക്ഷേങ്കിൽ ഈ ചെറിയ ആൾക്കാർ പറയും നമുക്ക് നാട്ടിൽ ഇതുപോലെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. അത് നിയമത്തിൻ്റെ പവർ തന്നെയാണ്. കാരണം എന്തെങ്കിലും അടുത്ത മെട്രോ സെക്ഷനെത്തി ദുബായ് എയർപോർട്ട് ഫീസും അത് നിയമം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കുക. മൊത്തം ഒന്ന് തട്ടിപ്പൊട്ടിയല്ലോ മാറ്റിയെടുത്തിനെങ്കിൽ നല്ല അടിപൊളി രാജ്യത്തിന് ഇന്ത്യ മാറും. കാരണം ഫുൾ എഡ്യൂക്കേഷനായാലും ഫസ്റ്റ് ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ ആക്കി വന്നില്ലെങ്കിൽ നല്ലൊരു അടിപൊളി ആയിരിക്കും തന്നെ. എൻ്റെ ഒരു ഇതിൽ എന്താണ് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു ഭരണാധികാരിയോ അതിനെക്കുറിച്ചുള്ള നോളജോ ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ തന്നെ പണിയപ്പോൾ എനിക്ക് പണിയാവാണ്ട് പോയി ഞാൻ. അപ്പോൾ ആ ഒരു നോളജ് വെച്ച് പറഞ്ഞതാണ്. ഇത്രക്കും ചെറിയൊരു നോളജ് വെച്ച് പറഞ്ഞതാണ്. കാരണം ഭരിക്കുന്നവർക്ക് ആ നാടിൻ്റെ ഇതിനെക്കുറിച്ച് അറിയും. നമ്മളെപ്പോലത്തെ ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നല്ല, ഇങ്ങനെ ഡയലോഗാൻ കഴിയും. അതിൻ്റെ റിസ്ക് കാര്യങ്ങളിലും കുറേ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിൽ കുറേ കടത്തിലാണെന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനെ പല ഇതുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് കുപ്പിവെള്ളം ഏകദേശം നമുക്ക് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടും. അഴിമതി ഇല്ലാണ്ടാണെങ്കിൽ ഏകദേശം ഗവൺമെൻറ് ഒന്നും കിട്ടുന്നില്ല, ചെറിയ 1% അത് കടം തീർക്കാൻ കഴിയുമല്ലോ ഗവൺമെൻറ്റിൻ്റെ. കുറേ ആൾക്ക് ജോലിയും കിട്ടും. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇപ്പോൾ കൂടി വരും നാട്ടിൽ, അത് കുറക്കാനും പറ്റും. അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതനുസരിച്ച് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക. ദുബായ് തന്നെ പണ്ട് ചെറുങ്ങനെ മാറ്റം വന്നതാണ്. എന്നിട്ടാണ് ഇങ്ങനെ മാറ്റം വന്നു ഇതായത്. പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി മോശമല്ല. അതുപോലെ നോക്കി ചെയ്താൽ അടിപൊളി ആവാൻ ഏറ്റവും വലിയ സാധ്യത നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നോളജ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും. കാരണം ഇത് അധികവും മലയാളികളായാലും ഇന്ത്യക്കാരുടെ ബുദ്ധി തന്നെയായിരിക്കും തോന്നുന്നത്. അധികം കൂടുതൽ ബിസിനസ് കാര്യങ്ങളില്ല. ഫോറിനേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി മലയാളി എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മളെ ഈ മലയാളികളായാലും ഇന്ത്യക്കാരായാലും പുറത്ത് പോയിട്ട് അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതായില്ലേ. നാട്ടിലിങ്ങനെ പഠിച്ച് പിന്നെ വളർന്ന് എന്നിട്ട് അവരിപ്പൊന്നും നാട്ടിൽ വരുന്നത് ഒരു മെട്രോന്നുമില്ല. അവർക്ക് നാട്ടിൽ വയസ്സാകുമ്പോൾ നാട്ടിൽ വരും, നാട്ടിൽ എൻജോയ് ചെയ്യും. അതിനായിട്ട് നല്ലത് എല്ലാ ഇതും നമുക്ക് നാട്ടിൽ തന്നെ ഇതാക്കി നാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ ഞാനും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ജോലി നോക്കിയിട്ട് ഞാൻ വന്നത് അങ്ങനെ പറയാമെന്നെങ്കിൽ നോക്കാം ഇൻഷാ അല്ലാഹ്.